ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ദിവസമാണെന്ന് സ്കൂളിൽ പോണ. അപ്പോൾ നമ്മൾ യൂണിഫോം ഇട്ടിട്ടൊക്കെയാണ് കേട്ടോ പോണത്. കാരണം ഇന്നലെ ടീച്ചർ ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു യൂണിഫോം കമ്പൽസറി ആണെന്നും. അതുകൊണ്ട് തന്നെ യൂണിഫോം ഇട്ടുകൊണ്ടേ പോകാൻ പറ്റൂ. അപ്പോൾ ഇത് രാവിലെ തന്നെ എണീറ്റ് അമ്മ ജോലിക്ക് പോണതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ കുളിച്ചു. നമ്മിങ്ങനെ നിൽക്കാറുണ്ട്. ഇപ്പോൾ സമയം എന്താ 8:25 അപ്പോൾ ഞാൻ കുളിച്ചിട്ട് ഇപ്പോൾ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ. നമുക്ക് റെഡി ആവണം. പിന്നെ അത് TV വെച്ചിരിക്കണ്ട. TV ഉപ്പുമുളകും വെച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കണേ. എനിക്ക് റെഡി ആവണം. ഞാൻ എന്താ ഇപ്പോൾ കണ്ണാടി മുമ്പിലൊക്കെ വന്ന് നിൽക്കാം കേട്ടോ, റെഡി ആവാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇനി റെഡി ആവാൻ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ആദ്യത്തെ ദിവസം നല്ല അടിപൊളിയായിട്ടും കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ടി സെറ്റായിട്ട് പോകണം. അപ്പോൾ ഞാനപ്പോൾ റെഡി ആവണ വീഡിയോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എടുക്കണം. ഞാൻ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ചെയ്യാറില്ല, എങ്കിലും നമുക്ക് എടുക്കാം. നമുക്ക് റെഡിയാകാം. അപ്പോൾ ഗായ്സ്, നമുക്കിനി റെഡിയാകാം. ഞാൻ റെഡിയാവാൻ പോവാണ്. പ്രത്യേകിച്ച് ഇനി പണിയൊന്നുമില്ല, നമുക്ക് റെഡിയായാൽ മാത്രം മതി. മോഹൻ നീ ഇടുന്ന സാധനങ്ങൾ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് റെഡിയാവാം. അപ്പം ഞാൻ ഇപ്പോൾ ക്യാമറ തള്ളിയാൽ നിലത്തിട്ടാണ്. അപ്പം നമുക്ക് അമ്മയുടെ മേക്കപ്പ് ബോക്സ് എടുക്കാം. ഇതാണ് ഗൈസ് അമ്മയുടെ മേക്കപ്പ് പെട്ടി. ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് റെഡിയാവാനുള്ള അത്ര സാധനങ്ങളൊക്കെ ഇതിനകത്ത്. എൻ്റെതിനകത്ത് ഒന്നുമില്ല. ഇനി എന്തിനകത്ത് എനിക്ക് ആവശ്യമായിട്ടുള്ള ഒന്നുമില്ല. ഞാൻ ഇതെടുത്തു. ഇതിനകത്ത് കണ്ടോ കുറേ പൊട്ടുണ്ട്, പിന്നെ ഐബ്രോ പെൻസിലുണ്ട്, കൺമെഷീൻ എഴുതാറില്ല എങ്കിലും നമ്മൾ ഇതിനകത്തുണ്ട്. പിന്നെ ഫൗണ്ടേഷൻ, ഇങ്ങനെ ആക്കാനുള്ള സാധനം, പിന്നെ സിംഗർ ഒക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇതെടുക്കാമെന്ന്. വെറുതെ ഇന്ന് നമ്മളാ റിസ്ക് എടുക്കുന്നത്. അപ്പോൾ റെഡി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഗായ്സ് ഞാൻ റെഡിയാവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പൗഡർ ഇടുകയുണ്ടോ. ഫസ്റ്റ് നമ്മൾ പൗഡറൊക്കെ ഇട്ടു. കാരണം ഞാനുണ്ടല്ലോ മുഖത്ത് അമ്മയുടെ ഫൗണ്ടേഷനൊക്കെ ഇട്ടായിരുന്നു. അല്ലാതെ അപ്പോൾ അമ്മ റെഡിയാക്കി തരാറ്. ഇന്ന് ഞാൻ റെഡിയായി, അത്രയേ ഉള്ളൂ. അമ്മ റെഡിയാക്കിയില്ല, അത് ശരിയാവുള്ളൂ. പക്ഷെ ഇന്ന് അമ്മ നേരത്തെ പോയി, അതുകൊണ്ട് ഞാൻ തനിയെ റെഡിയാവുകയാണ്. പിന്നെ നമ്മളിതാ ഫൗണ്ടേഷൻ ഇട്ട് അതിൻ്റെ മേലിൽ കൂടെ പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ ഐബ്രോ വരക്കാനൊന്നും അറിയില്ല, എങ്കിലും പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ചുമ്മാ ഇങ്ങനെ കാണിക്കുവാണ് ഞാൻ, ഒരു പട്ടിഷയ്ക്ക് വേണ്ടി. അപ്പോൾ നമ്മളിതാ പിരികം ഇങ്ങനെ വരച്ച് കൊടുത്തു. നല്ല രസമുണ്ടായിരുന്നു പിരികം വരക്കാൻ. പക്ഷെ കളറൊന്നും അങ്ങനെ വന്നില്ല. എനിക്ക് നല്ല പിരികമുണ്ട്. വീഡിയോയിൽ കിട്ടാത്തതാണെങ്കിൽ നല്ല രീതിക്ക് കട്ടിക്ക് പിരികമുണ്ട്. പക്ഷെ കളറ് കുറവാണെന്നേ ഉള്ളൂ. നല്ല ഇങ്ങനെ കൂട്ടുപിരികവും ഉണ്ട്, പക്ഷെ കളറ് അറിയുന്നില്ല ഇങ്ങനെ പുറത്തേക്ക്. അങ്ങനെ പിന്നെ എൻ്റെ മെയിൻ സാധനമായ ഐലൈനർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഐലൈനർ എഴുതിയാലും മുഖത്തൊരു ഭംഗി കിട്ടത്തുള്ളൂ. കാരണം ഐലൈനർ നല്ലതാണ്, എനിക്കിഷ്ടമാണ്. കാരണം അത് എഴുതുമ്പോൾ നല്ലൊരു കണ്ണൊക്കെ ഇങ്ങനെ വിടർന്നിരിക്കുന്ന പോലെ തോന്നും. നല്ല രസമല്ലേ. ഐലൈനറും എനിക്ക് നേരത്തെ ഒന്നും എഴുതാറില്ലായിരുന്നു. ഇപ്പം ഞാൻ ചെറുതായിട്ട് ഈ വെക്കേഷൻ ടൈമിലൊക്കെ വീട്ടിൽ നിന്ന് എഴുതിയൊന്ന് ശരിയാക്കി എഴുതാൻ പഠിച്ചു. അങ്ങനെ നമ്മൾ കണ്ണിൽ നല്ല ഭംഗിക്ക് തന്നെ എഴുതിപ്പോയി. പിന്നെ രണ്ട് കണ്ണും രണ്ട് രീതിക്കൊക്കെ ആയിരിക്കും കേട്ടോ ഇരിക്കുന്നത്. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, വീഡിയോ എടുത്തോണ്ടാന്ന് തോന്നുന്നു, രണ്ട് കണ്ണും ഒരേപോലെ തന്നെ കിട്ടി. എന്താണെന്ന് അറിയത്തില്ല, നല്ല ഭംഗിക്ക് കിട്ടി. അല്ലാത്തപ്പോൾ ഇങ്ങനെയൊന്നും വരാറില്ല. രണ്ട് കണ്ണും രണ്ട് രീതി, വേറെ രീതിയാണ് വരാറ്. പക്ഷെ ഇന്ന് കിട്ടി. നല്ല അടിപൊളിയായിട്ട് ഞാൻ എണ്ണം വരുന്ന വായിൽ കണ്ണെഴുതി കൊടുത്തു. അങ്ങനെ നമ്മൾ റെഡി ആയി കഴിഞ്ഞു. പിന്നെ ഞാൻ അവിടെ ലൈറ്റ് ഓഫ് ചെയ്യാൻ ആ റൂമിൽ കയറിപ്പോയതാണ്ടോ. എന്നിട്ട് നമ്മൾ മുടിയൊക്കെ ഞാൻ കെട്ടിക്കൊടുത്തു കേട്ടോ. മുടി കെട്ടാൻ പറ്റുന്നില്ല, ഉണങ്ങിയിട്ടും ഇല്ല. അതുമാത്രമല്ല പിന്നെ മുടിയില്ല, അതൊന്നും കെട്ടിയില്ല. ജസ്റ്റ് ചീവിറ്റ് വെച്ച് കൊടുത്തു. പിന്നെ നമ്മളിതാ ആദ്യത്തെ ദിവസമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഭക്തിയൊക്കെ ആവാമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചു. ചന്ദനം നേരത്തെ തൊട്ടായിരുന്നു കേട്ടോ. ചന്ദനമല്ല, ഭസ്മമാണ് തൊട്ടത്. പിന്നെ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇതേപോലെ പോയി ചെരുപ്പിട്ട്. എന്നിട്ട് ഞാൻ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ ചോദിച്ചതെന്ന് ഞാൻ മറന്നുപോയി.
പിന്നെ നമ്മളിതാ ചെരുപ്പിട്ട് കൊടുത്തു. ഇത് ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടി പുതിയ വാങ്ങിച്ചാണ് കേട്ടോ. പക്ഷെ എന്തോ പുറത്ത് എന്തോ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ചെരുപ്പ് മഴയത്ത് ഒഴുകിപ്പോയി. അപ്പം ഞാൻ ഈ ചെരുപ്പ് എടുത്തിട്ടു. അതാണ് കുറച്ച് കളറ് കുറവ്. പിന്നെ നമ്മൾ നടന്ന് ഇങ്ങോട്ട് പോയി ടാറ്റയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. ബൈക്കിനാണ് കേട്ടോ പോയത്. ഞാൻ ബൈക്കിന് പോയി ആക്കിയിട്ട് തിരിച്ചു പോന്നു. എന്നിട്ട് ഇതേപോലെ നമ്മൾ തിരിച്ച് വരുവാണ് കേട്ടോ. ഞാൻ ബൈക്കിന് തന്നെയാണ് തിരിച്ച് പോന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ബൈക്കിൽ തിരിച്ച് പോരുകയാണ്. നല്ല രസമായിരുന്നു. ഇന്ന് സ്കൂളിൽ ആദ്യ ദിവസം പിള്ളേരൊക്കെ കണ്ടതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ് നമ്മൾ വീട്ടിലെത്തിയത് ഉടുപ്പൊക്കെ മാറി. അപ്പോൾ ഞങ്ങൾ വന്ന ഒരു കുപ്പി വാങ്ങിച്ചു. കാരണം എനിക്ക് ഇതേപോലെ തന്നെ വേറൊരു കുപ്പി ഉണ്ടായിരുന്നു. ആ കുപ്പി ഞാൻ കൊണ്ടുപോയി കോടതിയിൽ വെച്ചിട്ട് പോകുന്നു. സ്കൂളിൽ നിന്ന് കോടതി കാണാൻ കൊണ്ടുപോയപ്പോഴേക്കും അവിടെ വെള്ളം കുടിച്ചിട്ട് ചെജ്ജിരിക്കുന്ന സ്ഥലം കാണാൻ കയറിയപ്പോൾ അവിടെ വെച്ചിട്ട് പോകുന്നു. അതുകൊണ്ട് അതേപോലെ തന്നെ എനിക്ക് ആ കുപ്പി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതാ ഇങ്ങനെ നമുക്ക് തുറക്കാനൊക്കെ പറ്റും. ഇതാകുമ്പോഴേക്കും ആരും വേറെ നമ്മുടെ വെള്ളം എടുത്ത് കുടിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കുപ്പി വാങ്ങിച്ച് ഇത് വലിക്കുമ്പോൾ കിട്ടും. കാരണം സ്ട്രോ ഒക്കെ ഉണ്ട്. ഞാൻ ഈ കുപ്പി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വെള്ളത്തിലൊക്കെ ഇട്ട് നമുക്ക് കഴുകിയെടുക്കാം. എനിക്ക് ഈ കുപ്പിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഇങ്ങനത്തെ വാങ്ങിച്ച് പിന്നെ ഒരു സ്ലൈഡും വാങ്ങിച്ച്. കാരണം ഇവിടെ സ്ലൈഡ് എപ്പോഴും തല്ലുപിടുത്താണ്. എനിക്ക് ചേച്ചിയുണ്ട്. അപ്പം ഞാനും ചേച്ചി തമ്മിൽ എപ്പോഴും തല്ലുപിടുത്തമായതുകൊണ്ട് ഞങ്ങളിതാ ഞങ്ങൾ എപ്പോഴും സെറ്റായിട്ടാണ് വാങ്ങിക്കാറ്. അപ്പം സെറ്റായിട്ട് വാങ്ങിച്ച് വെച്ചാലും ഇത് എവിടെ പോകുമെന്നറിയില്ല. കടന്നോടം തീർന്നു പോകും. അതുകൊണ്ട് ഒരു സെറ്റ് സ്ലൈഡും വാങ്ങിച്ച് ഇങ്ങോട്ട് പോകുന്നു. ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരിക്കണം. പിന്നെ ഇനിയിപ്പോൾ ഈ സൈക്കിൾ നാളെ കാറ്റടിക്കണം. കാരണം ഞങ്ങളുടെ പമ്പ് ചീത്തയായി ഇങ്ങനെ ഒരു ഓട്ട വീണം തോന്നുന്നു. അപ്പം ഇത് കാറ്റടിക്കുന്നത് തീരെ കാറ്റില്ല. പിന്നെ വെള്ളത്തിലൂടെ പോയിട്ട് നല്ല മണ്ണൊക്കെയാണ്. ഇതൊക്കെ കഴുകി കാറ്റടിച്ചിട്ട് നാളെ മുതൽ പഠിപ്പിക്കാൻ തുടങ്ങാമെന്ന് കാണുന്നത്. ഇന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. നാളെ വൈകിട്ട് വരെ ഉണ്ടാവും. അപ്പം ട്യൂഷന് പോകാൻ വേണ്ടി ഇത് കാറ്റടിക്കണം നാളെ. എന്നിട്ട് കാറ്റടിച്ച് ട്യൂഷന് പോകണം. ഇത് ചേച്ചിപ്പൻ്റെ ആണ് സൈക്കിള്. ഇനി ഇത് എൻ്റെ സൈക്കിള്. എൻ്റെ സൈക്കിളിനും കൊട്ടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൊട്ട ഇഷ്ടപ്പെട്ടില്ല. എന്തോ പോലെ അപ്പം ഞാൻ കൊട്ട പറിച്ചാണ്. പിന്നെ ഞാൻ ചേച്ചിപ്പൻ്റെ സൈക്കിളും ചവിട്ടും എൻ്റെ സൈക്കിളിലുണ്ട്. ചേച്ചിപ്പണ്ണ അധികം സൈക്കിൾ അങ്ങനെ ചവിട്ടാറില്ല. എവിടെയെങ്കിലും പോയാൽ ഞങ്ങൾ ലൈബ്രറിയിൽ ബുക്ക് വായിക്കാൻ എടുക്കാൻ പോകാറുണ്ട്. അപ്പോഴും പിന്നെ അമ്പലത്തിലൊക്കെ പോകുമ്പോഴേ ചേച്ചിപ്പണ്ണ സൈക്കിൾ എടുക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ രണ്ടും കൊട്ട എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കൊട്ട വെച്ചിട്ട് ഇതെടുത്ത് ചവിട്ടും, അല്ലെങ്കിൽ ഇതെടുത്ത് ചവിട്ടും. എനിക്ക് കൊട്ടയൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചവിട്ടും. ഇനിയിപ്പോൾ നാളെ കാറ്റടിച്ചിട്ട് ഇതുകൊണ്ട് ട്യൂഷന് പോകണം.